ഹലോ ഹായ് ഡിയേഴ്സ്, അസ്സാം വലൈക്കും. വെൽക്കം ടു മൈ ചാനൽ കാട്ടൂർ കഫേ. കാട്ടൂർ കിച്ചണിന് നമ്മൾ പേര് മാറ്റിയാലും ഇല്ലേ, നമ്മളെ ശീലിച്ച് വന്നത് തന്നെയാണ് വരുന്നത്. അപ്പം എനിക്ക് തോന്നുന്നു നമ്മളെ ചാനലിൻ്റെ പേര് അങ്ങനെ കിച്ചൺ തന്നെ ആട്ടെ. നമുക്ക് പറയുമ്പോൾ കാട്ടൂർ കഫേ തന്നെ പറയാട്ടെ. അതിൻ്റെ ആ ഒരു സുഖം കുറേ വർഷങ്ങളായിട്ട് പറഞ്ഞുകൊണ്ടില്ലേ, അതങ്ങനെ തന്നെ ആയിപ്പോന്നു. അപ്പോൾ ഇന്നത്തെ നമ്മളെ വീഡിയോ വരുന്നതിൽ സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന 2 ഫോണ്ടൻറ്റിൻ്റെ ഫ്ലവേഴ്സാണ്. അതിന് വേണ്ടിയിട്ട് നിങ്ങളുടെ കയ്യിൽ എന്തായാലും ഈ ഒരു ഡെയ്സി കട്ടർ ഉണ്ടാവും. ഒരു സ്റ്റാർട്ടിങ്ങിലെ ബേക്കർ ആണെങ്കിൽ കൂടി ഇതിൻ്റെ ഒരു കട്ടർ ഉണ്ടാവുമല്ലോ. അപ്പോൾ ആ ഒരു കട്ടർ എന്തായാലും വേണം കേട്ടോ. ആ കട്ടർ ഉപയോഗിച്ചിട്ട് കട്ട് ചെയ്ത് നമ്മൾ ഈ ഒരു ഫ്ലവർ ഞാൻ നേരത്തെ കാണിച്ചെന്ന ആ ഗ്രീൻ കളറിലെ ഇത് കണ്ട നമ്മളെ ചോക്ലേറ്റ് ബോൾസൊക്കെ ഉണ്ടാക്കുന്നൊരു മോൾഡാണത്. ഇനിയിപ്പോൾ അതന്നെ വേണമെന്നില്ല. നിങ്ങളുടെ കയ്യിൽ പിന്നെ നമ്മൾ എഗ്ഗിൻ്റെ ട്രേയെല്ലാം ഉണ്ടാവുമല്ലോ, ആ ട്രേൻ്റെ ഉള്ളിൽ വെച്ചിട്ട് തലേന്നേ വെച്ചിട്ട് ഇതുപോലെ ഡ്രൈ ആക്കി എടുക്കുമ്പോഴാണ് ഈ ഒരു ഷേപ്പിൽ നമുക്ക് കിട്ടുക. ഈ ഷേപ്പ് മസ്റ്റാണ് കേട്ടോ. ഒരു ദിവസം മുൻപേ ആക്കിയിട്ട് ഡ്രൈ ആക്കാൻ വേണ്ടി വെക്കുക. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യും, ഇങ്ങനെ ഒരു കൂടുപോലിൽ ഈ ഒരു ഷേപ്പിൽ നമുക്ക് കിട്ടും. ഇത് ശരിക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓപ്പൺ ആയിട്ടാണ് ഉണ്ടാവുക. അതിപ്പം എനിക്ക് തോന്നുന്നു ആ ഒരു വീഡിയോ എനിക്ക് മിസ്സിങ് ആയിട്ടുണ്ട്, അതുകൊണ്ടാണ് അത് കാണിച്ചു തരാൻ പറ്റാതിരുന്നത്. വേറെ ഏതെങ്കിലും വീഡിയോ ഞാൻ എടുക്കുമ്പോൾ ഒന്നും കൂടി നിങ്ങൾക്കത് മനസ്സിലാത്തവരുണ്ടെങ്കിൽ കമൻസിൽ അറിയിച്ചോളൂ, ഞാൻ പറഞ്ഞുതരാം കേട്ടോ. പിന്നെ ആ ഒരു കട്ടറിനെ കൊണ്ട് നമ്മൾ ഫോണ്ടൻറ്റ് പരത്തിയിട്ട് ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കുക. എന്നിട്ട് അതെടുത്തിട്ട് ഓവർനൈറ്റ് നമുക്കൊരു എഗ്ഗിൻ്റെ ട്രേയിലോ ഒരു കൂട് പോലെ നിൽക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ അകത്ത് വെച്ചിട്ട് ഡ്രൈ ആക്കിയതിന് ശേഷം അതിൻ്റെ സെൻറ്ററിലായിട്ട് യെല്ലോ കളർ ഫോണ്ടൻറ്റ് വെച്ചിട്ട് നമ്മൾ പൂമ്പൊടി, അതായത് വണ്ടലും വന്നിരിക്കുന്ന ഒരു സ്ഥലമില്ലേ, അതാക്കാൻ വേണ്ടിയിട്ട് കുറച്ച് പിന്നെ വെള്ളം അതിനുള്ളിൽ അപ്ലൈ ചെയ്തിട്ട് ആ ഒരു യെല്ലോ കളർ അതിൻ്റെ ഉള്ളിൽ വെച്ചിട്ട് പിന്നെ ടൂത്ത് പിക്കോട് ഇങ്ങനെ ഡോട്ട് ഇട്ട് കൊടുത്തതിനാൽ ആ ഒരു സൺഫ്ലവറിൻ്റെ ഒരു ഏകദേശ ഷേപ്പ് നമുക്ക് കിട്ടും. അപ്പോൾ അതാക്കിയത് നിങ്ങൾക്ക് കറക്റ്റായിട്ട് മനസ്സിലായില്ലേ. അതുപോലെ നിങ്ങൾക്ക് പല കളറിൽ ആക്കിയെടുക്കാൻ സാധിക്കും. പിന്നെ ഞാൻ ഈ ഒരു കേക്കിന് വേണ്ടിയിട്ട് ഞാനതിൻ്റെ ലീഫാണ്, അത് ഏകദേശം ഒരു സുമാറ് എന്ന രീതിയിൽ പിന്നെ കെല്ലി ഗ്രീന് കളർ ഉണ്ടാവുമല്ലോ, അത് ഫോണ്ടൻറ്റിൽ മിക്സ് ആക്കിയതിന് ശേഷം പിന്നെ ഇതിനെ കൊണ്ട് ഒരു സുമാർ ഇതിലിങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കാൻ ചെയ്യുന്നത്. ചിലത് കുറച്ചൊരു തടിയിലുണ്ടാവും, ചിലത് കുറച്ച് നീളത്തിൽ കൊടുക്കും, ചിലത് ചെറുതിൽ കൊടുക്കും. അങ്ങനെ നമ്മൾ ഇഷ്ടം പോലെ നമുക്കിത് കട്ട് ചെയ്തിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് സാധിക്കും. ഓക്കെ, എന്നിട്ട് നമ്മളിത് ഈ ഒരു കേക്കിന് പ്ലേസ് ചെയ്ത് കൊടുത്തിട്ട് ആ ഒരു ഫ്ലവർ വെച്ച രീതിയിൽ നിങ്ങൾ ശ്രദ്ധിച്ചോ. ഫോണിലാണ് നിങ്ങൾ നോക്കുന്നെങ്കിൽ ഒന്ന് തിരിച്ചു പിടിച്ചോ കേട്ടോ. ഈ ഒരു വീഡിയോ ഞാൻ ഈ ഒരു ഷേപ്പിൽ എടുത്തത് കൊണ്ട് എനിക്കിങ്ങനെ നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് പറ്റുന്നില്ലേ. അതിൻ്റെ മേലിതാ നമ്മൾ പിന്നെ ടോപ്പറായിട്ട് കൊടുത്തിട്ടുള്ളത് ജിറാഫ്. ഇത് നമ്മൾ പിന്നെ ഹാൻഡ് മെയ്ഡായിട്ട് ഉണ്ടാക്കിയിട്ടുള്ളതാണ്. അതുപോലെ ആനക്കുട്ടീനിൽ നമ്മൾ ഉണ്ടാക്കുന്ന വീഡിയോസൊക്കെ മുൻപത്തെ വീഡിയോയിലുണ്ട് ഫോണ്ടൻ ഡെക്കറേഷൻ്റെത്. അത് നിങ്ങൾ നോക്കുക. ഫസ്റ്റായിട്ട് കാണുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ ഒരുപാട് ഫോണ്ടൻ ഡെക്കറേഷൻ ടെഡി ബിയർ ആക്കുന്ന വീഡിയോസൊക്കെ ഉണ്ട്. പഴയ വീഡിയോ സെർച്ച് ചെയ്താൽ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ ഇത് കുറച്ച് മുൻപേയുള്ള വീഡിയോ ആണ് കേട്ടോ. പക്ഷേ ഞാൻ ഇതൊന്നും നിങ്ങൾക്ക് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റിയിട്ടുണ്ടായിട്ടില്ല. അങ്ങനെ ഇപ്പോൾ ഓരോരോ വീഡിയോ ഇങ്ങനെ ഷെയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഫോണ്ടൻറ്റ് ഫ്ലവേഴ്സിനെ കുറിച്ചിട്ട് ഇത്ത മോൾഡ് ഇല്ലാണ്ട് ആക്കാൻ പറ്റുമോ എന്നൊക്കെ ഒരുപാട് കാലം മുമ്പ് കമൻറ്റ്സ് ഉണ്ടായിട്ടുണ്ട്. ആ ഒരു സമയത്ത് നമ്മൾ സ്ഥിരമായിട്ട് വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ നല്ലോണം നമ്മൾ ആക്റ്റീവ് ആവാറുണ്ട്. ഇപ്പം ആക്റ്റീവ്നെസ് കുറച്ച് കുറവാണ്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മുടെ സബ്സ്ക്രൈബറിലേക്ക് നമ്മൾ വീഡിയോ എത്താത്തത്. അപ്പോൾ ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നതില്ലേ, പിന്നെ പിങ്ക് കളർ ഉപയോഗിച്ചിട്ട് ചെറിയ ഫോണ്ടൻറ്റ് നിങ്ങൾ ഫസ്റ്റത്തെ വീഡിയോയിൽ കണ്ടിട്ട് അതുപോലെ ചെറിയ ബോളാക്കി എടുക്കുക. എന്നിട്ട് കൈവെള്ളൻ്റെ അകത്ത് വെച്ചിട്ട് ഈ ഒരു ഷേപ്പിലാക്കി എടുത്തതിന് ശേഷം ഈ ഒരു ടൂള് കണ്ട ഈ ടൂളിനെ കൊണ്ട് തന്നെ വേണം എന്ത് ചെയ്യാൻ, ഇതുപോലെ നടുവിൽ പ്രസ് ചെയ്ത് കൊടുക്കാൻ. എന്നിട്ട് ആ പ്രസ് ചെയ്ത ആ ഒരു ലെവലിൽ ഒരു 4 or 5 ഇതിപ്പോൾ നമ്മൾ 5 പ്രാവശ്യം കട്ടിട്ട് കൊടുത്തിട്ടുണ്ട്. കട്ടിട്ട് കൊടുത്തതിന് ശേഷം നെക്സ്റ്റ് ടൂള് നിങ്ങൾ ശ്രദ്ധിച്ച് ഇതിനെ കൊണ്ട് ഇങ്ങനെ താഴോട്ടൊന്ന് വലിച്ചു കൊടുക്കാൻ. ഈ ടൂളെല്ലാം ഫോണ്ടൻറ്റ് ഡെക്കറേഷൻ ചെയ്യുന്നവരുടെ കയ്യിൽ ഉണ്ടായിരിക്കേണ്ട കാര്യങ്ങളാണ് കേട്ടോ. ബേസിക് ആയിട്ടുള്ള ടൂൾസാണ് കേട്ടോ. അതിനെ കൊണ്ടാണ് നമ്മൾ ചെയ്യുന്നത്. എല്ലാ ഭാഗവും നല്ലൊരു ഷേപ്പ് നമ്മൾ കൊടുക്കുന്നുണ്ട്. പിന്നെ ബാക്കിയുള്ളത് നിങ്ങളെ കരവിരുതിനനുസരിച്ചിരിക്കും ഷേപ്പ് ആക്കുന്നതും. നമുക്കത് തോന്നും, ഭംഗി ഉണ്ടാവും. നമ്മളിപ്പം ഫുള്ളിപ്പോൾ വീഡിയോ കാണിച്ചതിനാലും നിങ്ങൾക്ക് അതുപോലെ തന്നെ ആവണമെന്നില്ല. കുറേയെല്ലാം നിങ്ങളെ ക്രിയേറ്റിവിറ്റിക്ക് അനുസരിച്ചിട്ട് മാറ്റങ്ങളും വരുത്താൻ ഇതിനേക്കാൾ കൂടുതൽ ഭംഗിയിൽ നിങ്ങൾക്ക് ചെയ്തെടുക്കാൻ സാധിക്കും. അപ്പോൾ ഏകദേശം ആയ സ്ഥിതിക്ക് നമ്മൾ അതിൻ്റെ അകത്തേക്ക് നമ്മളെ ഫ്ലവർ വയറില്ലേ അതിങ്ങനെ കയറ്റി കൊടുത്തിട്ടുണ്ട്. അതിന് വേണ്ടിയിട്ട് ചെറിയൊരു പ്ലേസ് അവിടെ ആക്കി വെച്ചിട്ടുണ്ട്, സെൻറ്ററിലേ ഇങ്ങനെ കൊടുക്കാൻ. എന്നിട്ട് എന്ത് ചെയ്യണം, തായിൽ കണ്ട കൈയോട് ഇങ്ങനെ, ഇതൊക്കെ ഞാൻ പറയേണ്ട ആവശ്യമില്ല, നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും എന്താ ചെയ്യുന്നതെന്നുള്ളത്. ആ ഒരു വയറുമായിട്ട് നമ്മുടെ ഫോണ്ടൻറ്റ് നന്നായിട്ടൊന്ന് എന്ത് ചെയ്യാൻ, നല്ലോണം ഇങ്ങനെ ഉരുട്ടി കൊടുത്ത് കഴിയുമ്പം അത് അതിലേക്ക് നല്ല സ്റ്റിക്കായിട്ട് നിൽക്കും. എന്നുവെച്ചാൽ നടുവിൽ എന്ത് ചെയ്യണം, ചെറിയൊരു വൈറ്റ് കളർ കൂടി എടുത്തിട്ട് കൈൻ്റെ അകത്ത് വെച്ച് പരത്തിയിട്ട് ചെറുങ്ങനെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. പരത്തണം എന്നില്ല, ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്തിട്ട് കുറച്ച്
വെള്ളം അവിടെ ആക്കിയിട്ട് അത് അതിൻ്റെ മേലെ ഒട്ടിച്ചു കൊടുത്തിനാൽ നമ്മളെ കുഞ്ഞു കുഞ്ഞു മൊട്ട് ഫ്ലവറിന് നിങ്ങൾ നോക്കിയേ നല്ല ക്യൂട്ടായിട്ടില്ല. ഇത് പല കളറിലാക്കിയിട്ട് നിങ്ങൾ കേക്കിൻ്റെ മേലെ വെക്കുന്നത് നിങ്ങൾ ആലോചിച്ച് നോക്കിയേ. അപ്പോഴേക്ക് 10 വന്ന് പറഞ്ഞ് കഴിയുമ്പോഴേക്ക് 10ൻ്റെ അടുത്ത് എത്തി. എന്നാലും സാരില്ല. അപ്പം നിങ്ങൾക്ക് മനസ്സിലായില്ലേ, സംഗതി മനസ്സിലായില്ലേ? അപ്പോൾ എന്ത് ചെയ്യണം, എന്തായാലും ഇതുവരെ ട്രൈ ചെയ്യാത്തവരാണെങ്കിൽ ആ ഒരു ടൂളേ അതിൻ്റെ ആവശ്യമുള്ളൂ. അപ്പോൾ പല കളറിൽ നിങ്ങൾ ചെയ്തിട്ട് എനിക്ക് ഇൻസ്റ്റയിലൊക്കെ സെൻഡ് ചെയ്ത് താട്ടാം. നമ്മളിത്ര കഷ്ടപ്പെട്ടിട്ട് നിങ്ങളുടെ മുമ്പിൽ ഈ വീഡിയോ എത്തിച്ചിട്ട് അത് നിങ്ങൾ കണ്ടിട്ട് നിങ്ങൾ ട്രൈ ചെയ്തിട്ട് പിന്നെ കുറച്ച് മുൻപൊക്കെ ഞാൻ നല്ലോണം ആക്റ്റീവായ സമയത്ത് ഒരുപാട് ആൾക്കാർ അയച്ചിട്ടുണ്ട്. ഇപ്പം ഞാൻ അധികം യൂട്യൂബിൽ ആക്റ്റീവ് അല്ലാത്തത് കൊണ്ടും എല്ലാവരും വേറെ ഇടങ്ങൾ തേടി പോയിട്ടുണ്ടാവും അല്ലേ. അപ്പോൾ എല്ലാവരും തിരിച്ചു വാ നമ്മളെ ചാനലിൽ. ഇൻഷാല്ലാ എല്ലാവർക്കും വേണ്ട എല്ലാ കാര്യങ്ങളും ഉൾക്കൊള്ളിച്ചിട്ട് നല്ലോണം ചാനൽ ഉഷാറാക്കണം എന്ന് ഭയങ്കര ആഗ്രഹമുണ്ട്. അതിന് വേണ്ടിയിട്ട് നിങ്ങളെ സപ്പോർട്ട് മാക്സിമം ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ 2 രീതിയിലുള്ള ഫ്ലവറും നിങ്ങൾ ഉണ്ടാക്കുക. നിങ്ങൾ കേക്ക് ചെയ്യുന്നവരാണെങ്കിൽ പിന്നെ പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ലല്ലോ. ഇനിയിപ്പോൾ നിങ്ങൾ ബിഗിനേഴ്സായിട്ട് വീട്ടിൽ മക്കൾക്ക് കുറച്ച് കേക്കിൽ എപ്പോഴെങ്കിലും ഉണ്ടാക്കുന്ന ആൾക്കാരാണെങ്കിൽ കൂടിയും ഈ ഒരു സെറ്റിനൊക്കെ ചെറിയ പൈസയേ ഉള്ളൂ കേട്ടോ, ഇത് ആ ടൂൾസിനൊക്കെ. അപ്പം അത്യാവശ്യം ഫോണ്ടൻറ്റും വാങ്ങിയിട്ട് മക്കളെ ബർത്ത്ഡേക്കൊക്കെ നിങ്ങൾ കേക്ക് ബേക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതുപോലെ കുഞ്ഞു കുഞ്ഞു ഫ്ലവേഴ്സൊക്കെ ആക്കിയിട്ട് അതിൻ്റെ മേലിൽ വെച്ചിട്ട് ഫോട്ടോസൊക്കെ എനിക്ക് ഇൻസ്റ്റയിൽ അയച്ചു തന്നാൽ ഞാൻ നിങ്ങൾക്ക് സ്റ്റോറി ഇട്ട് തരുന്നതായിരിക്കും ഇൻഷാല്ലാ. ഓക്കെ. അപ്പോൾ ഇതാ നമ്മുടെ അന്നത്തെ ആ ദിവസം കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മുടെ ഒരു ബ്രേക്ക്ഫാസ്റ്റ് വ്ളോഗ് അപ്ലോഡ് ചെയ്യാനുണ്ട് എന്നുള്ളത്. അപ്പോൾ അതിൻ്റെ കണ്ടിന്യൂ ആയിട്ടുള്ള വീഡിയോ ആണ് കേട്ടോ ഈ വരുന്നത്. അപ്പോൾ ഇന്ന് നമ്മൾ പോകുന്നത് ഹുദൈറിയാത്ത് ബീച്ചിലേക്കാണ്. അവിടെ നമ്മൾ രാവിലെ തന്നെ എല്ലാവരോടും ഫാമിലി മെമ്പേഴ്സ്, ഹസ്ബൻഡിൻ്റെ ഫാമിലി മെമ്പേഴ്സൊക്കെ എല്ലാവരും കൂടി ഒരു ഗെറ്റ് ടുഗദർ. പിന്നെ എല്ലാവരും വീട്ടിൽ നിന്ന് ഓരോരോ ഫുഡ് ഐറ്റംസ് എടുത്തിട്ട് പിന്നെ രാവിലത്തെ ആ ഒരു ചായയും പിന്നെ ഒരു ബ്രേക്ക്ഫാസ്റ്റാണ് നമ്മൾ അന്നത്തെ ആ ഒരു മെനുവിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. പിന്നെ കുട്ടികൾക്ക് കളിക്കാം. പിന്നെ രാവിലെ പോയിന് ഉച്ചയാകുമ്പോഴേക്കും ടയേർഡ് ആകുന്നതുകൊണ്ട് രാവിലത്തെ ആ ഒരു ബ്രേക്ക്ഫാസ്റ്റ് എന്നുള്ള രീതിയിലാണ് നമ്മൾ പോയത്. ഇല്ലെങ്കിൽ നമ്മൾ വൈകുന്നേരം അല്ലെങ്കിൽ രാത്രി അങ്ങനെയാണ് പോകാറുള്ളത്. ഇതിപ്പോൾ രാവിലെ തന്നെ നമ്മൾ പോയിന്. അതേപോലെ തന്നെ നമ്മൾ 1 ഡേ ഫുള്ള് ഈ ഒരു മരുഭൂമിയിൽ താമസിച്ചൊരു വ്ളോഗ് ഉണ്ടായിരുന്നു. നല്ല ഫുള്ള് സെറ്റായിട്ട് വെച്ചാൽ നല്ലോണം കഷ്ടപ്പെടുകയും ചെയ്തിന്, നല്ലോണം ആസ്വദിക്കുകയും ചെയ്തു. പക്ഷേ ഇനി അങ്ങോട്ട് പോകാൻ കഴിയുമോ എന്ന് വരെ നമുക്കറിയില്ല. അത്രയും നമ്മൾ കഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. വെച്ചാൽ മരുഭൂമിയിലേക്ക് കൂടി നടക്കുമ്പോൾ ഇല്ലേ നമുക്ക് ഗ്രിപ്പ്, നമ്മളെ കാല് വല്ലാണ്ട് ഇങ്ങനെ കുഴഞ്ഞു പോവും മണ്ണിലേക്ക് കൂടി. അപ്പോൾ അതിൻ്റെ അകത്തിൽ നമ്മൾ എത്രയും സാധനം എല്ലാവരും കൂടിയിട്ട് ഒരുപാട് സാധനങ്ങൾ എടുത്തിട്ട് ആ ഒരു വൈബും സംഭവങ്ങളൊക്കെ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പിന്നെ എല്ലാവരും കൂടിയിട്ട് ആകുമ്പോൾ ഒരു പ്രത്യേക രസമാണല്ലേ നമ്മൾ ഒറ്റയ്ക്ക് പോകുന്നതിനേക്കാളും. അപ്പോൾ അങ്ങനെ പോയിട്ടുള്ളൊരു വീഡിയോ ഞാനിങ്ങനെ എടുത്ത് വെച്ചെടുത്തുണ്ട്. ഇൻഷാല്ലാ സമയം പോലെ അത് അപ്ലോഡ് ചെയ്തതായിരിക്കും. എന്തായാലും നിങ്ങളതൊന്ന് കാണണം കേട്ടോ. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല എനിക്ക് പേഴ്സണലി ഭയങ്കര ഇഷ്ടപ്പെട്ട കുറച്ച് സീനും കാര്യങ്ങളും, രാത്രിയിൽ നമ്മൾ ആ ലൈറ്റൊക്കെ കത്തിച്ചിട്ട് കുട്ടികളെ കൂടെയുള്ള ആ ഒരു സീനൊക്കെ മറക്കാൻ പറ്റാത്തൊരു അനുഭവമാണ്. അതുപോലെ തന്നെ ആ ഒരു മരുഭൂമിയിൽ രാത്രി താമസിച്ചിട്ട് ആ ഒരു എന്താ പറയുക ടെൻറ്റിൽ നിന്ന് രാവിലെ എഴുന്നേൽക്കുമ്പോൾ ഫീലിംഗൊക്കെ ഞാൻ അതിൽ പറഞ്ഞുതരാം കേട്ടോ. അപ്പം ഇത് നമ്മളിതാ ഏകദേശം നമ്മൾ പോയി കഴിഞ്ഞാൽ അവിടെ തന്നെ സാധനങ്ങളൊക്കെ അവിടെ സെറ്റാക്കി വെക്കാൻ വേണ്ടിയിട്ട് തുടങ്ങിയിട്ടുണ്ട്. ബാക്കിയുള്ളവർ കുറച്ച് ഫുട്ബോളും കാര്യങ്ങളൊക്കെ കളിച്ചതിന് ശേഷം വിശന്നതിന് ശേഷം തുടങ്ങാമെന്നില്ല കാഴ്ചപ്പാടില്ലാന്നുള്ളത്. പിന്നെ ബാക്കിയുള്ള കുറച്ച് ആൾക്കാരിലൊക്കെ എത്താനുണ്ട് അത്ര. നമ്മളാണ് കേട്ടോ ഫസ്റ്റ് എത്തിയിട്ടുണ്ടായത്. നമ്മളിപ്പോൾ ബന്യാസ് താമസിക്കുന്നതുകൊണ്ട് കുറച്ച് നേരത്തെ അവിടെ പോയി. അപ്പം ബാക്കിയുള്ളവർക്ക് വേണ്ടിയിട്ട് അങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്.
അപ്പോൾ എല്ലാവരും കൊണ്ടുവന്ന സാധനങ്ങളൊക്കെ ഇവിടെ സെറ്റാക്കിയിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി കുളിയെല്ലാം കഴിഞ്ഞിട്ട് വരുമ്പോഴേക്കും അവർക്കൊക്കെ നല്ലോണം വിശപ്പ് ഉണ്ടാവുമല്ലോ. കുളിയും അതുപോലെ ഫുട്ബോൾ കളിയും ഒക്കെ ഉണ്ട്. എല്ലാവരും ഓരോരോ ആക്ടിവിറ്റീസിലങ്ങനെ പോയിട്ടാണ് ഉള്ളത്. അപ്പോൾ ഞാൻ കൊണ്ടുപോയിട്ടുള്ളത് 10ലും നമ്മളെ ചെമ്മീൻ കറിയും, ചെമ്മീനും ഉരുളക്കിഴങ്ങും ഇട്ടിട്ട് വെക്കുന്ന കറി നമ്മളെ ചാനലിലുണ്ട്. അതിൻ്റെ റെസിപ്പി ഉമ്മാൻ്റെ സ്പെഷ്യൽ തേങ്ങ അരച്ച കറിയാണ് കേട്ടോ. അതെന്തായാലും മസ്റ്റ് ട്രൈ റെസിപ്പി കൂടിയാണ്. നിങ്ങൾ ട്രൈ ചെയ്ത് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. അത് കൂടാണ്ട് ബാക്കിയുള്ള ഐറ്റംസ് എന്തൊക്കെയാണെന്നുള്ളത് പിന്നെ ഇനി അങ്ങോട്ട് കാണിച്ചു തരാം. പിന്നെ നമ്മൾ ഏകദേശം പോയിട്ടുള്ള സമയം എന്ന് പറഞ്ഞാൽ കുറച്ചൊരു തണുപ്പുള്ള സീസണിലാണ് കേട്ടോ പോയത്. അപ്പം വെള്ളത്തിന് നല്ല അത്യാവശ്യം തണുപ്പുണ്ട്. പുറത്തിരിക്കുമ്പം നമ്മൾ കുറച്ച് ചൂടായി കഴിഞ്ഞാൽ നമുക്ക് പുറത്തില്ല ഈ ഒരു ആക്ടിവിറ്റീസിനൊന്നും പോകാൻ വേണ്ടിയിട്ട് പറ്റൂല. ഭയങ്കരമായിട്ട് ടയേർഡാവും. ചൂട് വന്നു കഴിഞ്ഞാൽ പിന്നെ ഇവിടെ നമുക്ക് അധികം മാളിൽ പോയിട്ട് ഇരിക്കുക അതന്നെയായിരിക്കും മെയിനായിട്ടുള്ള ഹോബീസ്. ഇവിടെ പുറത്ത് പോവൽ നടക്കുന്ന ഒരു പരിപാടിയല്ല. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുട്ടികളും എല്ലാം നല്ലോണം ടയേർഡാവും. പക്ഷെ നമുക്ക് ആ ഒരു തണുപ്പ് വരുന്ന സമയത്താണെങ്കിൽ ഇങ്ങനെ പുറത്ത് പോകാനും അതുപോലെ ഗ്രില്ല് ചെയ്യാനൊക്കെ ഭയങ്കര രസമായിരിക്കും. അപ്പോൾ കുട്ടികളൊക്കെ മാക്സിമം എൻജോയ് ചെയ്തിട്ടുണ്ടായിരുന്നു. കുട്ടികൾക്ക് ആയാലും കൂടി അവരെ പ്രായത്തിലുള്ള കുട്ടികളെ കിട്ടുമ്പോഴും ഭയങ്കര സന്തോഷമില്ല. അതുപോലെ തന്നെ നമുക്ക് നമ്മളെ പ്രായത്തിലുള്ള ആൾക്കാരെല്ലാം കിട്ടുമ്പോൾ കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് സംസാരിക്കാനും കുറേ കാര്യങ്ങൾ ഷെയർ ചെയ്യാനും ശരിക്കും നല്ലൊരു സ്ട്രെസ്സ് റിലീഫും കൂടിയാണല്ലേ ഇങ്ങനെ ഒരു മീറ്റപ്പ് എന്ന് പറയുന്നത്, മറ്റേ ഫാമിലി ഗെറ്റ് ടുഗദർ എന്ന് പറയുന്നത്. അതുപോലെ നമ്മൾ ഫുഡൊക്കെ ഉണ്ടാക്കിയിട്ട് പോകുമ്പം അതെല്ലാവരും കൂടിയിട്ട് തിന്നുമ്പം മനസ്സിന് കിട്ടുന്ന ആ ഒരു സന്തോഷം അതും വേറെ തന്നെയാണല്ലേ. നമ്മളെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ ഐറ്റംസ് എന്ന് പറയുന്നത് നമ്മൾ ഞാൻ പറഞ്ഞില്ലേ ഓരോരുത്തർ ഓരോന്ന് ഉണ്ടാക്കിയിട്ട് കൊണ്ടുവരിക ചെയ്തത്. ഇഡ്ഡലി കൊണ്ടുവന്നിട്ടുണ്ട്, അതുപോലെ ഇടിയപ്പം, പത്തിൽ, ചട്നി, സാമ്പാർ, പിന്നെ പൊറോട്ടയ്ക്ക് പിന്നെ ബീഫ് ഇല്ലാണ്ട് പിന്നെ പൊറോട്ട ഇല്ലല്ലോ. രണ്ടാളും ഭയങ്കര കോമ്പിനേഷനല്ലേ ബീഫും പൊറോട്ടയും. അപ്പോൾ അതുണ്ട്. ശരിക്കും ഏറ്റവും കൂടുതൽ ചിലവായതും അതാണ് കേട്ടോ. ഫസ്റ്റ് അത് കഴിഞ്ഞിട്ടാണ് പിന്നെ നമ്മളെ നമ്മളെ ഇഡ്ഡലിക്കൊന്നും പ്രാധാന്യം ഉണ്ടായിട്ടില്ല. ബീഫും പൊറോട്ടയും അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ വിശന്നവരാണ് ഇഡ്ഡലിയും സാമ്പാറും ഒക്കെ കഴിച്ചിട്ടുണ്ടായത്. ഇത് മുട്ടക്കറിക്ക് നമ്മുടെ ഇടിയപ്പം നല്ല കോമ്പിനേഷനായിരുന്നു. അപ്പോൾ എല്ലാവരും കൂടി ഷെയർ ചെയ്ത് എല്ലാവരും കൂടി കഴിച്ചതിന് ശേഷം കുട്ടികൾ കുറച്ചും കൂടി സമയം ഇരുന്ന് കുറച്ച് ഗെയിംസും കാര്യങ്ങളും അതുപോലെ ഗിറ്റാർ പ്ലേ ചെയ്യലും ഒക്കെ കഴിഞ്ഞതിന് ശേഷം അന്നത്തെ ആ ഒരു ഉച്ചയായി നമ്മളവിടുന്ന് ഏകദേശം പോകാൻ. പിന്നെ വെയിൽ വരാൻ തുടങ്ങിയാലും പിന്നെ നമ്മളവിടുന്ന് ഒക്കെ കഴിച്ചിട്ട് പോയിട്ടുണ്ടായിരുന്നു. അപ്പം നല്ലൊരു ഡേ കൂടിയായിരുന്നു. നിങ്ങൾക്കിങ്ങനെ
ഒന്നിച്ചിട്ട് എല്ലാവരും നിങ്ങൾ എവിടെയാണ് ഉള്ളത് അവിടുന്ന് ഫാമിലി ആയിട്ട് ഒന്നിച്ച് ഇതുപോലുള്ള ട്രിപ്പും കാര്യങ്ങളൊക്കെ പ്ലാൻ ആക്കിയിട്ട് പോയി കഴിഞ്ഞാൽ ഭയങ്കര രസമാണ് കേട്ടോ. നമ്മൾ എടുത്തിട്ട് പോകുമ്പം വിചാരിക്കുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ട്, വീട്ടിൽ നിന്നെല്ലാം ഉണ്ടാക്കി നമുക്കൊക്കെ പാക്ക് ചെയ്തിട്ട് പോകണ്ടേ എന്നുള്ളൊരു ഫീലിംഗ് ആയിരിക്കും ഉണ്ടാവുക. പക്ഷെ നമ്മൾ അവിടെ എത്തിക്കഴിഞ്ഞാലല്ലേ ഭയങ്കര രസമായിരിക്കും. നമ്മൾ അത്ര വരെ കഷ്ടപ്പെട്ടതൊക്കെ നമ്മൾ മറന്നിട്ടുണ്ടാവും. ഭയങ്കര ഫണ്ണായിരിക്കും എല്ലാവരും കൂടി ആകുമ്പം. പിന്നെ ആ ഫുഡൊക്കെ എല്ലാവരും കൂടി ഒന്നിച്ച് കഴിച്ച് ഒക്കെ എടുത്ത് വെച്ച് നല്ലൊരു സന്തോഷത്തോടെ നമുക്കൊരു ഡേ അങ്ങനെ സ്പെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും. നിങ്ങൾ ഇതുവരെ ഇങ്ങനെ പോയിട്ടൊന്നും ഇല്ലയെന്നുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്തിട്ട് നോക്കി കേട്ടോ. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി കാണുമെന്ന് വിചാരിക്കുന്നു. അപ്പം കേക്കിൻ്റെ ഒരു ഫോണ്ടൻറ്റിൻ്റെ ഫ്ലവർ ഉണ്ടാക്കുന്നവർ ഉണ്ടാക്കിയിട്ട് അഭിപ്രായങ്ങൾ അറിയിക്കുക. അതുപോലെ തന്നെ വീഡിയോ നിങ്ങൾക്ക് ഈ രീതിയിലുള്ള വീഡിയോ ഇഷ്ടമാണെങ്കിൽ ഇങ്ങനെ തന്നെ കണ്ടിന്യൂ പോവുക. ഇല്ലയെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻസിൽ അറിയിക്കുക. ഇൻഷാ അല്ലാഹ് ഇനി പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് കാണാം. അതുവരേക്കും ഇറ്റ്സ് ബൈ ഫ്രം കാട്ടൂർ കഫേ. അപ്പോൾ നമ്മളിതൊക്കെ കഴിഞ്ഞിട്ട് അങ്ങനെ പോകുന്ന വീഡിയോസ് ലാസ്റ്റ് വരെ ഇതിലുണ്ട് കേട്ടോ. ഓക്കെ, കാണുന്നവർക്ക് കാണാം, സ്കിപ്പ് ചെയ്യുന്നവർക്ക് സ്കിപ്പ് ചെയ്യാം. ഓക്കെ, ബൈ.